ഹെയ്ലി ഗബ്ബി ആയിരക്കണക്കിന് വർഷങ്ങളായി ഉറങ്ങിക്കിടന്നിരുന്ന ഈ അഗ്നിപർവ്വതം വീണ്ടും ഉണർന്നു വരാനുള്ള കാരണം എന്താണ്? അതിന് കാരണം ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റാണ്. അതായത് ആഫ്രിക്കൻ പ്ലേറ്റ് രണ്ടായി വിഭജിച്ച് രണ്ട് വശങ്ങളിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു. എത്യോപ്യ മുതൽ മൊസാംബിക്ക് വരെ ഏതാണ്ട് 3000 കിലോമീറ്ററായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു സൊമാലി പ്ലേറ്റ് നൂബിയൻ പ്ലേറ്റുമായിട്ട് അകന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിലവിൽ. കാലക്രമേണ എത്യോപ്യ, കെനിയ, ടാൻസാനിയ, മൊസാംബിക് ഈ പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളുടെ ഒരു ഭാഗം കിഴക്കോട്ട് കടലിലേക്ക് സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. കടലിലേക്ക് എന്ന് വെച്ചാൽ അതിനിടയിൽ ഒരു വലിയ സമുദ്രം രൂപപ്പെടാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ലക്ഷക്കണക്കിന് വർഷങ്ങളെടുക്കും. ഈ വർഷങ്ങൾ കൊണ്ട് ഇത്രയും ഭാഗങ്ങൾ, അതായത് ആഫ്രിക്കയുടെ ഈ പറഞ്ഞ പോർഷനുകൾ രണ്ടായിട്ട് അകന്ന് അതിൻ്റെ നടുക്ക് ഒരു പുതിയൊരു സമുദ്രം രൂപപ്പെടും. ഇത് മാത്രമല്ല, മൗണ്ട് കെനിയ, കിളിമഞ്ചാരോ പോലെയുള്ള ആക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ മരിച്ചുപോയ വോൾക്കാനോകളൊക്കെ വീണ്ടും ആക്റ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ റിഫ്റ്റ് കാരണം ഭൂമിയുടെ അടിയിലുള്ള ഈ മാഗ്മ, ലാവ പോലുള്ള കാര്യങ്ങൾ മുകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ സംഭവിച്ചതാണ്. ഏതാണ്ട് 1200 എന്ന് പറയുന്നു, 12000 എന്ന് പറയുന്നു. ഇതിനൊന്നും കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നും ഒരിടത്തും ഇല്ല. ഇത്രയും വർഷമായിട്ടും ആക്റ്റീവ് ആകാതിരുന്ന ഒരു വോൾക്കാനോ ആണ് ഇപ്പം ആക്റ്റീവായിട്ട് നിലവിൽ ഇപ്പം ചർച്ച ചെയ്യുന്ന വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. 250 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂഖണ്ഡങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പാൻജിയ എന്ന് പറയുന്ന ഒരു ഒറ്റ ഭൂഖണ്ഡമായിരുന്നു. അവിടെ നിന്ന് ഈ പറയുന്ന പ്ലേറ്റുകളെല്ലാം കുറേശ്ശെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഭൂഖണ്ഡങ്ങൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭൂഖണ്ഡങ്ങളും ഒക്കെ ആയിട്ട് മാറിയിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു പ്രഡിക്ഷൻ പ്രകാരം 250 മില്യൺ വർഷത്തിനുള്ളിൽ ഇതെല്ലാം കൂടെ വീണ്ടും ഒരുമിച്ച് മറ്റൊരു പാൻജിയ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പേരിൽ ഭൂഖണ്ഡങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേരാനുള്ള സാധ്യതയും നിലവിലുണ്ട്. ചിലപ്പോൾ ഇതിനു മുമ്പ് ഇത്തരത്തിലുണ്ടായ ഒരു റിഫ്റ്റ് അല്ലെങ്കിൽ ആഫ്രിക്കൻ വൻകരയായിട്ട് അകന്നു പോന്നിരുന്ന ഭാഗങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയും മഡഗാസ്കറും ഒക്കെ ആയിരിക്കാം. ഇന്ത്യൻ പ്ലേറ്റ് ഏഷ്യൻ പ്ലേറ്റുമായിട്ട് ഒന്ന് കൂട്ടിയിടിച്ചപ്പോഴാണ് ഹിമാലയം വളർന്നു വന്നതെന്നല്ല, വളർന്നുകൊണ്ടേ ഇരിക്കുന്നു. ആ പ്രോസസ്സ് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. വർഷത്തിൽ ഏതാണ്ട് 2 മുതൽ 10 സെന്റിമീറ്റർ വരെ ഹിമാലയം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലുള്ള നമുക്കുള്ളൊരു അറിവ്. അപ്പം ഇത്തരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇത് വളരെ ലേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഗ്രാജുവലി പതിയെ നമുക്ക് നമ്മുടെ ഒബ്സർവേഷനിൽ മനസ്സിലാകാത്ത കാര്യമായതുകൊണ്ടാണ് നമുക്കത് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനകത്തൊരു ഉൾക്കൊള്ളാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഈ ആഫ്രിക്കയിൽ ഇത്തരത്തിൽ റിഫ്റ്റ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഈ റിഫ്റ്റ് വാലി പോലെ അകന്നു മാറിയ പ്രദേശങ്ങൾ വലിയ ആഴത്തിലേക്കുള്ള പ്രദേശങ്ങളായി മാറുന്നു എന്നുള്ളത് വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. അപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം ഭൂമിക്ക് അടിയിൽ ഒരു ലിക്വിഡ് ഫോമിലാണ് ഈ മാഗ്മ കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിൻ്റെ മണ്ടയിൽ ഒരു പ്ലേറ്റ് ആണ്. ഈ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്ലേറ്റുകൾ അതിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നിലവിലുള്ളത്. അപ്പം എന്താ വെച്ചാൽ ഇപ്പം അതിനടിയിലുണ്ടാകുന്ന പ്രഷർ കാരണം മുകളിലേക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫോഴ്സ് ഈ പ്ലേറ്റുകളെ അനക്കും. അപ്പം പ്ലേറ്റുകൾ അനങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു ചേഞ്ചാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ മേ ബി ഇനി പ്ലേറ്റുകൾ എണ്ണം കൂടാം, അല്ലെങ്കിൽ നിലവിലുള്ള ഒരു പ്ലേറ്റ് ഡിഫറെൻ്റ് ആയിട്ട് 2 പ്ലേറ്റുകളാകാം. ഇപ്പം ആഫ്രിക്കയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ആ ഒരു ആഫ്രിക്കൻ പ്ലേറ്റ് എന്നൊരു പ്ലേറ്റ് ആയിരിക്കാം മേ ബി ഇപ്പം ഇങ്ങനെ 2 പ്ലേറ്റുകളായിട്ട് മാറിയിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭൂമിയിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വളരെ ഗ്രാജുവലി സംഭവിക്കുന്നതുകൊണ്ടാണ് നമുക്കറിയാൻ വയ്യാത്തത്. ഇനി ഈ പറയുന്ന എത്യോപ്യയിൽ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ എത്യോപ്യയിൽ ഈ പറയുന്നൊരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായി, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് നമ്മുടെ ഇന്ത്യയിൽ പോലും വരുന്നുണ്ട്, വ്യോമഗതാഗതത്തെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് നിലവിലുള്ള നമുക്ക് കിട്ടിയ വാർത്തയും അറിവും. അപ്പം എത്യോപ്യ മാത്രമല്ല, ഈ വരുന്ന, അതായത് ഈ റിഫ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ഭാഗങ്ങളും, ഈ പറയുന്ന പോലെ മൗണ്ട് കെന്യ ആയാലും കിളിമഞ്ചാരോ ആയാലും ഇവിടെ ഉണ്ടായിരുന്ന വോൾക്കാനോസോ അല്ലെങ്കിൽ എല്ലാ പ്രദേശത്തുള്ള വോൾക്കാനോസ് ആ പോർഷനിലുള്ളതൊക്കെ ആക്റ്റീവ് ആകാനും അത് അവിടെ വീണ്ടും സ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.